നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. നിയമം വഴി നിയമമാണ് ഇവിടുത്തെ നിയമത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പം നിയമപരമായി എൻ്റെ എല്ലാ രേഖകളിലും സ്ത്രീയാണ്. എൻ്റെ വോട്ടർ പട്ടിക, ആധാർ, ഇലക്ഷൻ ID എല്ലാ രേഖകളും സ്ത്രീയാണ്. 6 വർഷം മുമ്പ് എൻ്റെ ശസ്ത്രക്രിയകളെല്ലാം പൂർത്തിയാക്കി സ്ത്രീയായി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു രേഖകളിലും ട്രാൻസ്ജെൻഡർ എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ചില തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തിയത് പലർക്കും ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡർ എന്ന വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് കൃത്യമായുമുള്ള അവബോധവുമില്ലാത്ത മനുഷ്യരായിരുന്നു. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ഒരു വിഭാഗമുള്ള ആളുകളല്ല. അതിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളവരുണ്ട്, മെന്നുണ്ട്, ഫീമെയിലുണ്ട്, സെക്ഷലുണ്ട്, ഇൻ്റർസെക്സ് ഉണ്ട്, വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം പരമോന്നത സുപ്രീം കോടതിയുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ബിൽ പ്രകാരം സർജറി കഴിഞ്ഞ ഒരു ട്രാൻസ് വുമണിന് അവരുടെ രേഖകളിൽ സ്ത്രീയാക്കി കോടതിയും നെൽസാർ ജഡ്ജ്മെൻറ്റും പറയുന്നുണ്ട് സെൽഫ് ഡിക്ലറേഷനാണ് ഐഡൻറ്റിറ്റി എന്ന്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന ജില്ലാ കളക്ടർ സാക്ഷ്യപ്പെടുത്തുന്ന എൻ്റെ സർജറിക്ക് ശേഷമുള്ള രേഖകളിൽ പോലും സ്ത്രീ എന്നുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. എല്ലാ രേഖകളിലും സ്ത്രീയാണ്. അപ്പം ഈ മറ്റാളുകൾക്ക് ഭയം കൊണ്ടാണ് അവർ ഈ ഓരോ കാര്യങ്ങളും ഈ ഇല്ലാത്ത വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്. ഈ പറയുന്ന മണ്ഡലത്തിൽ ജയിക്കുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. മുൻ കയർ ബോർഡിൻ്റെ ചെയർമാനും ഇപ്പോഴത്തെ KPCC മെമ്പറുമായ രാജേന്ദ്ര പ്രസാദ് ഏട്ടൻ അവിടെ ജയിച്ചിരുന്നു. അപ്പം അത്രയും നമുക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അപ്പം ആ മേഖലയിൽ ഞാൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ഇല്ലാത്ത പ്രചരണങ്ങൾ നടത്തി ഈ നവോത്ഥാനം പറയുന്ന ആളുകൾ, ഇത്രത്തോളം എല്ലാവരെയും ഉൾക്കൊള്ളുന്നെന്ന് പറയുന്ന ആളുകൾ എന്തിനീ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നത്? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ എന്നെ നേരിട്ടാൽ പോരെ? എന്തിൽ ഇത്രത്തോളം മാനസികമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു? പക്ഷേ എൻ്റെ പാർട്ടി എൻ്റെ ഒപ്പം ഉണ്ട്. എൻ്റെ നേതാക്കന്മാരെല്ലാവരും, ലിജു ചേട്ടനും ജോബേട്ടനും മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റും രാജേന്ദ്ര പ്രസാദ് ഏട്ടനും എൻ്റെ ലീഡർഷിപ്പും KC വേണുഗോപാൽ അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല സാറ്, VD സതീശൻ സാറ്, KPCC പ്രസിഡന്റിൻ്റെ അടക്കമുള്ള ഒരു ജില്ലയിലാണ്. പോരാഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയുടെ MP ആയിട്ടിരിക്കുന്ന അദ്ദേഹം. എല്ലാവരും പൂർണ്ണ സംരക്ഷണയിലാണ്. നിയമം വഴി തന്നെ ആ സ്ഥാപിതമായ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും. അമ്മയുടെ വിഷയത്തിലാണ് അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. അത് പരിഹരിച്ചിട്ടുണ്ട്. കോടതി വഴി അവർക്ക് വേണ്ട നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ല, ഉണ്ടോ? വയലാറ് ഇവിടുത്തെ നേതാക്കളുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കും അതിനെപ്പറ്റി. അല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. 3 മണി വരെ സമയമുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ഇതുവരെ ആരും കൊടുത്തിട്ടില്ല. ഡമ്മിയൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ മാത്രം അത്തരത്തിൽ പോയാൽ മതി. പാർട്ടിക്ക് അത്രയും തന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നേതൃത്വം പോവാത്തത്.